നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജിക്കെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. അവിശ്വാസം പിന്തുണയ്ക്കാത്ത ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിയോ കുന്നപ്പള്ളിൽ രാജിവെക്കണമെന്ന് UDF ആവശ്യപ്പെട്ടു. തൊടുപുഴ താലൂക്ക് സാമൂഹ്യക്ഷേമ സഹകരണ സംഘത്തിന്റെ പുതിയ ഓഫീസ് മന്ദിരം ഉദ്ഘാടനം ചെയ്തു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നെയ്യശ്ശേരിയിൽ മാലിന്യം നിക്ഷേപിച്ചതിനെ തുടർന്ന് പ്രതിഷേധിച്ച പ്രദേശവാസികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് പോലീസിന്റെ തിട്ടൂരമെന്ന് ആക്ഷേപം. ഐരാമ്പിള്ളി ദേവി ആഞ്ജനേയ ക്ഷേത്രത്തിലും സമീപത്തെ വീട്ടിലും മോഷണം. കാളിയാർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പിറന്നാൾ ദിനത്തിൽ മൈലക്കൊമ്പ് ദിവ്യരക്ഷാലയത്തിലെ അന്തേവാസികൾക്ക് ഭക്ഷണം വിളമ്പി PG ജോസഫ്. യൂത്ത് ഫ്രണ്ട് ഇടുക്കി ജില്ലാ കമ്മിറ്റി ഒരുക്കിയ ജന്മദിനാഘോഷത്തിലാണ് അന്തേവാസികൾക്ക് ഭക്ഷണം വിളമ്പി നൽകിയത്. വാർത്തകൾ വിശദമായി. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജിക്കെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. 14-അംഗ ഭരണസമിതിയിൽ UDF-ലെ 7 അംഗങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചു. LDF മെമ്പർമാരും UDF പിന്തുണയോടെ വൈസ് പ്രസിഡന്റായ ലിയോ കുന്നപ്പള്ളിയും യോഗത്തിൽ പങ്കെടുത്തില്ല. തുടർന്ന് അവിശ്വാസം പിന്തുണയ്ക്കാത്ത ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിയോ കുന്നപ്പള്ളിൽ രാജിവെക്കണമെന്ന് UDF ആവശ്യപ്പെട്ടു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി നിസാമോൾ ഷാജിക്കെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. 14-അംഗ ഭരണസമിതിയിൽ UDF-ലെ 7 അംഗങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചു. LDF മെമ്പർമാരും UDF പിന്തുണയോടെ വൈസ് പ്രസിഡന്റായ ലിയോ കുന്നപ്പള്ളിയും യോഗത്തിൽ പങ്കെടുക്കാത്തതിനെ തുടർന്നാണ് പ്രമേയം പരാജയപ്പെട്ടത്. UDF പിന്തുണയോടെ കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയും UDF-നോടൊപ്പം പ്രവർത്തിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തുകൊണ്ട് നാളിതുവരെയായി കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തുടരുന്ന ലിയോ കുന്നപ്പള്ളി കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ എത്താത്തത് വിവാദമായിട്ടുണ്ട്. 14 അംഗങ്ങളുള്ള ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ അവിശ്വാസം പാസ്സാകുന്നതിന് 8 അംഗങ്ങളുടെ പിന്തുണയാണ് വേണ്ടിയിരുന്നത്. ലിയോ കുന്നപ്പള്ളി പ്രമേയത്തെ അനുകൂലിക്കുമെന്നുള്ള വിശ്വാസത്താലാണ് UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. എന്നാൽ ലിയോ കുന്നപ്പള്ളി അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ ആ യോഗത്തിൽ പങ്കെടുക്കുകയോ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുകയോ ചെയ്തില്ല. അവിശ്വാസം പിന്തുണയ്ക്കാത്ത ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിയോ കുന്നപ്പള്ളി രാജിവെക്കണമെന്ന് UDF കരിമണ്ണൂർ മണ്ഡലം ചെയർമാൻ പോൾ കുഴിപ്പിള്ളിൽ, കൺവീനർ TK നാസർ, സെക്രട്ടറി സക്കീർ എന്നിവർ ആവശ്യപ്പെട്ടു. ഇടതുപക്ഷത്ത് യാതൊരു രക്ഷയുമില്ല. പഞ്ചായത്ത് പ്രസിഡന്റിനെ മാർക്സിസ്റ്റ് പാർട്ടി തിട്ടൂരം കൊടുത്തുകൊണ്ട് ഭരണം നടത്തിക്കൊണ്ടു പോകുന്നു. ഇതെനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ 7 പേരുടെ വോട്ട് വാങ്ങി കഴിഞ്ഞ പോൾ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 2 വർഷക്കാലമായി വൈസ് പ്രസിഡന്റിന് സ്പെഷ്യൽ റൂമും സ്പെഷ്യൽ ശമ്പളവും എല്ലാ ആനുകൂല്യങ്ങളും പറ്റുവാൻ സാഹചര്യം ഒരുക്കി കൊടുത്ത ഐക്യജനാധിപത്യ മുന്നണിയെയും മുന്നണിയുടെ പ്രവർത്തകന്മാരെയും മെമ്പർമാരെയും ഒരുപോലെ വഞ്ചിച്ച് ഇത് വലിയ രാഷ്ട്രീയ നേട്ടമാണ്, ഞാനാണതിൽ യോഗ്യനെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയ അധാർമികതയ്ക്കെതിരെ വരും നാളുകളിൽ കരിമണ്ണൂരിലെ ജനങ്ങൾ ചോദിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഒരൊറ്റ കാര്യമേ നമുക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളൂ. കരിമണ്ണൂരിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഏറ്റവും അധികം വേരോട്ടമുള്ള ജനാധിപത്യ പ്രസ്ഥാനമായ UDF-ന് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഒരു ഇടതുപക്ഷത്തിൻ്റെയും പിന്തുണയില്ലാതെ തന്നെ കരിമണ്ണൂരിൽ ഒരു തിരിച്ചുവരവിന് ഞങ്ങൾ കളമൊരുക്കും. അതിൻ്റെ ആദ്യപടിയാണ് ഈ അവിശ്വാസമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അവിശ്വാസ പ്രമേയത്തിന് ഞങ്ങൾ പ്രമേയം കൊടുക്കുകയും ആ പ്രമേയം അനുസരിച്ചപ്പോൾ ഇവിടെ പറഞ്ഞ കണക്ക് അവിശ്വാസം പാസ്സായില്ല. അത് പാസ്സാകാത്തത് ഇതാണ് കാരണം, അധികാര കൊതിയാണ്. ഇനി വൈസ് പ്രസിഡന്റിനെ ഇടതുപക്ഷം എവിടെ കൊണ്ട് ഒളിപ്പിക്കും എന്ന് വരുന്നാൾ നമുക്ക് കണ്ടറിയാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക. വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ UDF അവിശ്വാസം കൊണ്ടുവരുമെന്ന് നേതാക്കന്മാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. തൊടുപുഴ താലൂക്ക് സാമൂഹ്യക്ഷേമ സഹകരണ സംഘത്തിന്റെ പുതിയ ഓഫീസ് മന്ദിരം ഉദ്ഘാടനം ചെയ്തു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. PG ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് എതിർവശമുള്ള പാഞ്ചജന്യം കോംപ്ലക്സിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഓഫീസ് ആരംഭിച്ചിരിക്കുന്നത്. തൊടുപുഴ താലൂക്ക് റീജിയണൽ സാമൂഹ്യക്ഷേമ സഹകരണ സംഘം വിജയകരമായ 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. പ്രതിസന്ധികളെ അതിജീവിച്ച് കഴിഞ്ഞ 3 വർഷമായി തുടർച്ചയായി ലാഭത്തിലാണ് സംഘം പ്രവർത്തിച്ചു വരുന്നത്. സംഘത്തിന്റെ പുതിയ ഓഫീസ് മന്ദിരം ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ അമ്പലം ബൈപ്പാസ് റോഡിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് എതിർവശമുള്ള പാഞ്ചജന്യം കോംപ്ലക്സിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്.
പി ജെ ജോസഫ് MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ബഹുമാനായ സംഘത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ പ്രവീൺ അതിനെക്കുറിച്ചിട്ട് പ്രാഥമികമായി തന്നെ സൂചിപ്പിച്ചു. സഹകരണ സ്ഥാപനങ്ങൾ അതിൻ്റെ നിലനിൽപ്പും പ്രവർത്തനവും ജനങ്ങളുമായിട്ടുള്ള നല്ല ബന്ധവും വിശ്വസ്തതയുടെയും അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് കോവിഡിൻ്റെയും വ്യക്തിഗത പശ്ചാത്തലത്തിലുമെല്ലാം വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടായിട്ട് നമ്മുടെ ധനകാര്യ മേഖലയിൽ സാമ്പത്തിക സ്ഥിതി സ്വാഭാവികമായും പ്രാദേശികമായും ഓരോ തലങ്ങളിൽ എടുത്ത് പരിശോധിച്ചാൽ ജനങ്ങളെ തീരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ വളരെ വലിയത്തക്ക വിധത്തിൽ സഹകരണ സ്ഥാപനങ്ങൾ നൽകി വരുന്ന സേവനം ചെറുത്. അത്തരത്തിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ താലൂക്ക് റീജിയണൽ സാമൂഹ്യക്ഷേമ സഹകരണ സംഘം അവരുടെ പ്രവർത്തനത്തിൽ നല്ല നിലയിൽ മുന്നേറുന്നു എന്നുള്ളത് ആദ്യ നിക്ഷേപം BJP ജില്ലാ പ്രസിഡന്റ് PP സാനു ജോസ് കളരിക്കലിൽ നിന്നും ഏറ്റുവാങ്ങി. ആദ്യ വായ്പാ വിതരണം സഹകരണ സംഘം തൊടുപുഴ അസിസ്റ്റന്റ് രജിസ്ട്രാർ VN ഗീതയിൽ നിന്നും സജി PR ഏറ്റുവാങ്ങി. റിസ്ക് ഫണ്ട് വിതരണം തൊടുപുഴ സഹകരണ ഓഡിറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ PR ശാലിനിയിൽ നിന്നും രജനി ബാബുരാജ് ഏറ്റുവാങ്ങി. വാർഡ് കൗൺസിലർ ജയലക്ഷ്മി ഗോപുരിൽ നിന്നും രമ്യ മനോജ് ചെറുകോട്ടിലും ഏറ്റുവാങ്ങി. MMBS സ്കീം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർപേഴ്സൺ ഇന്ദു സുധാകരനിൽ നിന്നും ബിനു മാത്യു കീരിക്കാട്ട് ഏറ്റുവാങ്ങി. റെക്കറിംഗ് നിക്ഷേപം തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ നിന്നും സുനിൽകുമാർ പുത്തൻപുരയിൽ ഏറ്റുവാങ്ങി. സ്വർണ്ണപ്പണയ വായ്പ വൈക്കം ബെന്നിശാന്തിയിൽ നിന്നും അജിത് മുകളിൽ ഏറ്റുവാങ്ങി. SNDP യോഗം തൊടുപുഴ യൂണിയൻ ചെയർമാൻ ബിജു മാധവൻ, തൊടുപുഴ നഗരസഭാ ചെയർമാൻ K ദീപക്, ഇടുക്കി ജില്ലാ ബാങ്ക് മുൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ അഡ്വക്കേറ്റ് KT മാത്യു, സഹകരണ സംഘം ഇടുക്കി ജോയിന്റ് രജിസ്ട്രാർ റെയ്നു തോമസ്, സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് S പ്രവീൺ, കേരള കൗമുദി കോട്ടയം ബ്യൂറോ ചീഫ് ബാബുരാജാർ, CPI ജില്ലാ സെക്രട്ടറി K സലീംകുമാർ, കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ്, CPIM ഏരിയ സെക്രട്ടറി ലിനു K ജോസ്, ശ്രീഗോകുലം ഡയറക്ടർ പുഷ്പാങ്കദൻ, തൊടുപുഴ റൂറൽ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് സുരേഷ് ബാബു K, കേരള ബാങ്ക് തൊടുപുഴ ബ്രാഞ്ച് സീനിയർ മാനേജർ ദീപ D, SNDP യോഗം തൊടുപുഴ ശാഖ കൺവീനർ ഷിബു PT, വനിതാ സംഘം കൺവീനർ ഗീത ബാബുരാജ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. കരാർ അടിസ്ഥാനത്തിൽ മാലിന്യം തള്ളുന്ന സംഘത്തെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. തൊടുപുഴ നെയ്യശ്ശേരിക്ക് സമീപം തൊടുപുഴയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ഓയിൽ വേസ്റ്റ് അടക്കം കെട്ടിട നിർമ്മാണ അവശിഷ്ടമെന്ന വ്യാജേന ജനവാസ മേഖലയിൽ നിക്ഷേപിക്കുന്നതിനിടെയാണ് കരാർ ജീവനക്കാരനെ ഉൾപ്പെടെ നാട്ടുകാർ പിടികൂടിയത്. തുടർന്ന് കരിമണ്ണൂർ പഞ്ചായത്ത് അധികൃതരുടെ സാന്നിധ്യത്തിൽ പോലീസിന് കൈമാറി. കരാർ അടിസ്ഥാനത്തിൽ മാലിന്യം തള്ളുന്ന സംഘത്തെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. തൊടുപുഴ നെയ്ശ്ശേരിക്ക് സമീപം കഴിഞ്ഞ ദിവസം തൊടുപുഴയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ഓയിൽ വേസ്റ്റ് അടക്കം കെട്ടിട നിർമ്മാണ അവശിഷ്ടം എന്ന വ്യാജേന ജനവാസ മേഖലയിൽ നിക്ഷേപിക്കുന്നതിനിടെയാണ് കരാർ ജീവനക്കാരനെ ഉൾപ്പെടെ നാട്ടുകാർ പിടികൂടിയത്. തുടർന്ന് കരിമണ്ണൂർ പഞ്ചായത്ത് അധികൃതരുടെ സാന്നിധ്യത്തിൽ പോലീസിന് കൈമാറി. തൊടുപുഴയിലെ വിവിധയിടങ്ങളിൽ കരാർ വ്യവസ്ഥയിൽ മാലിന്യം തള്ളുന്ന സംഘമാണ് പിടിയിലായതെന്നാണ് സൂചന. ഇടവെട്ടി പഞ്ചായത്തിലും സമാനമായ സംഭവം നടന്നിരുന്നു. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്കടക്കം അധികാരികൾക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ കരിമണ്ണൂർ. നെയ്യശ്ശേരിയിൽ മാലിന്യം നിക്ഷേപിച്ചതിനെ തുടർന്ന് പ്രതിഷേധിച്ച പ്രദേശവാസികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് പോലീസിന്റെ തിട്ടൂരമെന്ന് ആക്ഷേപം. ഞായറാഴ്ച രാത്രി പ്രദേശത്ത് നാട്ടുകാർ സംഘടിച്ചതിനെ തുടർന്നാണ് കരിമണ്ണൂർ പോലീസ് സ്ഥലത്തെത്തുകയും പ്രദേശവാസികൾക്കെതിരെ കേസെടുക്കുമെന്ന് പറയുകയും ചെയ്തത്. പഞ്ചായത്ത് ആക്ട് പ്രകാരം 50,000 രൂപ വരെ പിഴ ലഭിക്കാവുന്ന കുറ്റകൃത്യത്തിന് കൂട്ടുനിൽക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ ആദ്യം ചെയ്തതെന്നും അതിനാൽ ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കരിമണ്ണൂർ വണ്ടമറ്റം റോഡിൽ നെയ്ശ്ശേരി ഭാഗത്ത് തൊടുപുഴയിലെ പ്രമുഖ വാഹന വ്യാപാര സർവീസ് സ്ഥാപനത്തിലെ സർവീസ് റിപ്പയറിംഗ് വേസ്റ്റുകൾ 2 ലോഡ് നിക്ഷേപിക്കുകയും മൂന്നാമത്തെ ലോഡ് നിക്ഷേപിക്കുന്നതിന് ലോറി എത്തിയപ്പോൾ പ്രദേശവാസികൾ വാഹനം തടഞ്ഞു വയ്ക്കുകയും ചെയ്തിരുന്നു. ജലസ്രോതസ്സുകളിലേക്ക് നേരിട്ടെത്തുന്ന തരത്തിലായിരുന്നു മാലിന്യം നിക്ഷേപിക്കൽ. വിവരമറിഞ്ഞ വാർഡ് മെമ്പർ ഷേർലി സെബാസ്റ്റ്യനും പഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജിയും സ്ഥലത്തെത്തി.
തുടർന്ന് സ്ഥലത്തെത്തിയ കരിമണ്ണൂർ പോലീസ് സംഘം വേസ്റ്റ് കൊണ്ടുവന്ന 3 പേരുടെ പക്ഷത്തു നിന്ന് സംസാരിച്ചുവെന്നാണ് ആരോപണം. വേസ്റ്റ് നിക്ഷേപിച്ചവരെ പോകാൻ അനുവദിച്ചില്ലെങ്കിൽ നാട്ടുകാരുടെ പേരിൽ കേസെടുക്കുമെന്ന് SI ഭീഷണിപ്പെടുത്തിയെന്നും ആരോപണമുണ്ട്. നെയ്ശ്ശേരിയിൽ വേസ്റ്റ് നിക്ഷേപിച്ച ആളുകൾക്കെതിരെ പഞ്ചായത്ത് രാജ് ആക്ട് 219/2024 പ്രകാരം ജാമ്യം കിട്ടാത്ത വകുപ്പ് പ്രകാരം കേസെടുക്കേണ്ടതായിരുന്നെങ്കിലും കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് SI സ്വീകരിച്ചത്. തൊടുപുഴയുടെ പരിസര പ്രദേശങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് ഇപ്പോൾ സാധാരണ സംഭവമായിട്ടുണ്ടെന്നും പോലീസ് ഉദ്യോഗസ്ഥരെ പോലും സ്വാധീനിക്കുന്ന രീതിയിൽ മാഫിയയെ പോലെ വളർന്നിട്ടുണ്ടെന്നും അഡ്വക്കേറ്റ് രാജീവ് തോമസ് പാടത്തിൽ ആരോപിച്ചു. സ്ഥലത്തെത്തിയ SI ഈ വന്ന ആളുകളുടെ ഫോണിൽ ആരൊക്കെയോ ആയി സംസാരിച്ച് പ്രദേശവാസികളെ പ്രതികളാക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. പ്രദേശവാസികൾ പിരിഞ്ഞു പോയിട്ടില്ലെങ്കിൽ പ്രദേശവാസികൾക്കെതിരെ കേസെടുക്കുമെന്നും മറ്റും പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തി. ഇതിനെ തുടർന്ന് ആളുകൾ സംഘടിക്കുകയും ജില്ലയിലെ റവന്യൂ പോലീസ് അധികാരികളെ വിവരം അറിയിക്കുകയും ചെയ്തു. അപ്പോഴേക്കും കരിമണ്ണൂർ CI അവിടെ സ്ഥലത്തെത്തി. തൊടുപുഴയിലെ വാഹന വ്യാപാര സ്ഥാപനത്തെ വിവരം അറിയിച്ചതിനെ തുടർന്ന് അതിൻ്റെ പ്രതിനിധികൾ സ്ഥലത്തെത്തുകയും ആദ്യത്തെ ലോഡ് വേസ്റ്റ് 10:30 സ്പോട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. നെയ്ശ്ശേരിയിലെ വേസ്റ്റ് നിക്ഷേപിച്ച ആളുകൾക്കെതിരെ പഞ്ചായത്ത് രാജ് ആക്ട് 219(s) പ്രകാരം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്നും അതോടൊപ്പം തന്നെ കുറ്റവാളികളെ സംരക്ഷിച്ച SIക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. അടുത്ത കാലത്തായി തൊടുപുഴയിൽ ഒരു വേസ്റ്റ് വ്യാപാര മാഫിയ പിടിമുറുക്കിയിട്ടുണ്ട്. ഈ മാഫിയ തൊടുപുഴയിൽ നിന്നും അതുപോലെ തന്നെ എറണാകുളത്തു നിന്നുള്ള വേസ്റ്റ് ശേഖരിച്ച് തൊടുപുഴ നിയോജകമണ്ഡലത്തിലെ റിമോട്ടായിട്ടുള്ള ഏരിയകൾ, പ്രത്യേകിച്ച് ഉടുമ്പന്നൂർ പഞ്ചായത്തിലെ വേളൂർ, വണ്ണപ്പുറം പഞ്ചായത്തിലെ കോട്ടപ്പാറ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വേസ്റ്റ് ഇട്ടതായി കാണപ്പെട്ടു. അടുത്ത കാലത്ത് പോലീസ് പഞ്ചായത്ത് അധികൃതർ അവർക്കെതിരെയൊക്കെ ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ മാഫിയക്കെതിരെ അന്വേഷണം നടത്തണമെന്നും ശക്തമായ നടപടികൾ മാഫിയക്കെതിരെ സ്വീകരിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. കുറ്റക്കാർക്കൊപ്പം SI നിലപാട് സ്വീകരിച്ചതിനെ തുടർന്ന് നാട്ടുകാർ റവന്യൂ അധികാരികളെയും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും വിവരം ധരിപ്പിച്ചു. തുടർന്ന് CI പ്രശ്നത്തിൽ ഇടപെടുകയും വേസ്റ്റ് തിരികെ കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. രാത്രി 10:30 ആദ്യ ലോഡ് വേസ്റ്റ് തിരികെ കൊണ്ടുപോയത്. തുടർന്ന് പാതിരാത്രി 1:30 ശേഷമാണ് അടുത്ത ലോഡിങ്ങിനു വേണ്ടി വാഹനം എത്തിയത്. തൊടുപുഴയുടെ സമീപ പ്രദേശത്തുള്ള ഏതെങ്കിലും ഗ്രാമത്തിൽ അനധികൃതമായി മാലിന്യം നിക്ഷേപിക്കാൻ പോയതുകൊണ്ടാണ് ഇത്രയും താമസം ഉണ്ടായതെന്നും ആരോപണമുണ്ട്. കേരളം മാലിന്യമുക്തമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിയമപാലകർ തന്നെ ഇതിനെതിരെ പ്രവർത്തിക്കുന്നത് സമൂഹത്തിനോട് തന്നെയുള്ള വഞ്ചനയാണ്. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പുതിയ ഓഫീസ് കോംപ്ലക്സിന്റെ തറക്കല്ലിടിയിൽ ചടങ്ങ് നടന്നു. ക്ഷേത്രം തന്ത്രി ഇരിങ്ങാലക്കുട മണക്കാട്ടിലത്ത് പരമേശ്വരൻ നമ്പൂതിരി തറക്കല്ലിടിയിൽ കർമ്മം നിർവഹിച്ചു. ചടങ്ങിന് മുന്നോടിയായി വാദ്യകലാ പ്രമാണി കാഞ്ഞിരമറ്റം ശ്രീകുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും അരങ്ങേറി. ക്ഷേത്ര ഭരണസമിതി പ്രവർത്തകരും ഭക്തജനങ്ങളും ഉൾപ്പെടെ സന്നിഹിതരായിരുന്നു. കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പുതിയതായി നിർമ്മിക്കുന്ന ഓഫീസ് കോംപ്ലക്സിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നടന്നു. ക്ഷേത്രം തന്ത്രി ഇരിങ്ങാലക്കുട മണക്കാട്ടിലത്ത് പരമേശ്വരൻ നമ്പൂതിരി തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. ആചാരപരമായ വൈദിക കർമ്മങ്ങളോടെയാണ് ചടങ്ങ് നടന്നത്. ചടങ്ങിന് മുന്നോടിയായി വാദ്യകലാ പ്രമാണി കാഞ്ഞിരമറ്റം ശ്രീകുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും അരങ്ങേറി. ക്ഷേത്രം പാർക്കിംഗ് ഗ്രൗണ്ടിനോട് ചേർന്ന് നിർമ്മിക്കുന്ന ഓഫീസ് കോംപ്ലക്സ് 2026 ശിവരാത്രിക്ക് മുൻപായി പൂർത്തീകരിച്ച് സമർപ്പിക്കുവാനാണ് ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിന്റെ ബഹുമാന്യനായ തന്ത്രി ഇരിഞ്ഞാലക്കുട മണക്കാട്ടിലത്ത് ബ്രഹ്മശ്രീ പരമേശ്വരൻ നമ്പൂതിരിയാണ് ഈ തറക്കല്ലിടിയിൽ നിർവഹിച്ചത്. ക്ഷേത്രത്തിന്റെ ഇടതുഭാഗത്ത് കയറി വരുമ്പോൾ ഗോപുരത്തിൻ്റെ വലതുഭാഗത്തായിട്ടുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് ഈ മഹാദേവ കോംപ്ലക്സ് നിർമ്മിക്കുന്നത്. ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇട്ടുകൊണ്ടുള്ള ഒരു സമുച്ചയമാണ് ഇന്ന് തറക്കല്ലിടിയിൽ നിർവഹിച്ചത്. വരുന്ന ശിവരാത്രിക്ക് മുമ്പായിട്ട് ഈ ഒരു നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. തൊടുപുഴയിലെ പ്രശസ്തനായ കൺസ്ട്രക്ഷൻ നടത്തുന്ന അബി ആണ് ഇതിൻ്റെ പ്ലാനിങ്ങും
അതുപോലെ വർക്കും ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ന് തന്നെ അതിൻ്റെ പണി തുടങ്ങുമെന്നാണ് അഭി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഭക്തജനങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം, മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ടി.എസ്. രാജൻ, സെക്രട്ടറി പി.ജി. രാജശേഖരൻ, ക്ഷേത്ര മേൽശാന്തി ദിലീപ് വാസുദേവൻ നമ്പൂതിരി, ഭരണസമിതി വൈസ് പ്രസിഡന്റ് സുദീപ് എം. നായർ, ട്രഷറർ കെ.എസ്. വിജയൻ, ജോയിന്റ് സെക്രട്ടറി ശ്രീകാന്ത് കാഞ്ഞിരമറ്റം തുടങ്ങി ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ, മാതൃസമിതി ഉപസമിതി അംഗങ്ങൾ തുടങ്ങിയവരും ധാരാളം ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ഏറ്റവും ഭംഗിയായ രീതിയിൽ ശിവരാത്രിക്ക് മുമ്പായി ആ സമുച്ചയം പണിത് ദേവന് സമർപ്പിക്കാനായിട്ട് ഉള്ള എല്ലാ ശ്രമങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആയതിന് നാട്ടുകാരുടെയും ഉദാരമായ സംഭാവനകളും അതുപോലെ തന്നെ ദേവന്റെ അനുഗ്രഹങ്ങളും അത്യന്താപേക്ഷിതമാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോൺഗ്രസ് ഉടുമ്പന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ് വികസന സെമിനാർ സംഘടിപ്പിച്ചു. കെ.പി.സി.സി മുൻ ജനറൽ സെക്രട്ടറി റോയി കെ പോലോസ് ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് മനോജ് തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. കോൺഗ്രസ് ഉടുമ്പന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ് വികസന സെമിനാർ നടത്തി. യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് മനോജ് തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. കെ.പി.സി.സി മുൻ ജനറൽ സെക്രട്ടറി റോയി കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ തട്ടിപ്പിന് കൂട്ടുനിന്നിട്ട് ആരെയും സഹായിക്കാൻ പറ്റത്തില്ല. സാമ്പത്തിക ക്രമക്കേടിന് കൂട്ടുനിന്നിട്ട് ആരെയും സഹായിക്കാൻ കഴിയത്തില്ല. പാവപ്പെട്ട തൊഴിലാളികൾക്കല്ല ആ പണം പോയിട്ടുള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ആളുകളാണ്, അങ്ങനെയുള്ള ആളുകളാണ് ഈ പണമെല്ലാം കൊണ്ടുപോയിട്ടുള്ളത്. എന്തായാലും ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് തൊഴിലുറപ്പ് എന്ന് പറയുന്ന പദ്ധതിയിൽ ഈ പഞ്ചായത്ത് വളരെയേറെ പിന്നിലാണ്. അതിനെ സംബന്ധിച്ചൊക്കെ പറയേണ്ട ആളുകൾ വിശദമായിട്ടത് പറയും. എന്തായാലും ആ 1-2 പരാതികൾ ചെല്ലുകയും പരിശോധനയുണ്ടാകുകയും വസ്തുതകൾ അറിയുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ പഞ്ചായത്തിൻ്റെ സ്ഥിതി വളരെ പിന്നോട്ട് പോയി. ചില ന്യായീകരണങ്ങളൊക്കെ പറയുന്നതൊക്കെ ഞാനും കേട്ടു, പത്രങ്ങളിലൂടെയും പത്രസമ്മേളനങ്ങളിലൂടെയൊക്കെ പറയുന്നത് കേട്ടു. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി വളരെ ദയനീയമായ അവസ്ഥയിലാണ് എന്നാണ് ഞാൻ അറിയുന്നത്. കുടുംബശ്രീ നമ്മുടെ കാലത്ത് ആരംഭിച്ചാണ്. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടിരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് കുടുംബശ്രീ നമ്മുടെ പഞ്ചായത്തിൽ തുടങ്ങുന്നത്. നിരവധി കുടുംബങ്ങൾ, 300-300-ലേറെ കുടുംബശ്രീ സംഘങ്ങൾ നമ്മുടെ പഞ്ചായത്തിലുണ്ടായിരുന്നു. പാവപ്പെട്ട സഹോദരിമാർ ഒരുപാട് സഹായം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഞാൻ അറിഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് ചെന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കുടുംബശ്രീ ചെയർപേഴ്സൺ എന്താ പോത്തും കിടാങ്ങളെ കൊടുക്കാനോ അങ്ങനെ എന്തോ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് ഓരോ ലോഡിനും 10,000 രൂപ വെച്ച് കൈക്കൂലി വാങ്ങിച്ചു. ആ കൈക്കൂലി വാങ്ങിച്ചു എന്ന് പരാതി പറഞ്ഞുകൊണ്ട് പരാതിക്കാരിയായിട്ട് പോയത് കുടുംബശ്രീ ചെയർപേഴ്സൺ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ കൂടെ നേരത്തെ ഉണ്ടായിരുന്നയാളാ. അപ്പോൾ അവർ തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി പോയിരിക്കുന്നു, അവരെ അവമാനിച്ചു എന്ന് പറഞ്ഞ്. അവസാനം പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വാദിയെയും പ്രതിയെയും വിളിച്ച് ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രതികളായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈക്കൂലി കൊടുത്ത സഹോദരിമാർ പറഞ്ഞു, ഞങ്ങളോട് വാങ്ങിച്ചതാണ്, ഇത്രയായിരം രൂപ വെച്ച് വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ മിണ്ടാട്ടയില്ല. അപ്പോൾ കുടുംബശ്രീയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് പഴയ രീതിയിലല്ല. പാവപ്പെട്ട ആളുകൾക്ക് കുടുംബശ്രീ ചെയർപേഴ്സൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നതല്ല, പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നതല്ല. ഇത് ഗവൺമെൻറ്റിൻ്റെ പണമാണ്, നമ്മുടെ പണമാണ്, പൊതുവിൻ്റെ പണമാണ്. ഈ പണം കൊടുക്കുന്നത് ചെയർപേഴ്സണും മറ്റാളുകളുമൊക്കെ ഓരോ ലോണിനും 10,000-10,000 ഈ പാവപ്പെട്ട ആളുകളിൽ നിന്ന് പിടിച്ചു പറിച്ചു വാങ്ങുകയാണ്. ആദിവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സി.പി. കൃഷ്ണൻ, ഡി.സി.സി ട്രഷറർ ഇന്ദു സുധാകരൻ, ഡി.സി.സി ജനറൽ സെക്രട്ടറി ടി.ജെ. പീറ്റർ, സി.ബി. ദാമോദരൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജു ഓടയ്ക്കൽ, നേതാക്കളായ ജോൺസൺ കുര്യൻ, മാത്യു കെ. ജോൺ, സോമി അഗസ്റ്റിൻ, പി.ടി. ജോസ്, ജോബ് തോമസ്, സാം ജേക്കബ്, അഖിലേഷ് ദാമോദരൻ, റഷീദ് ഇല്ലിക്കൽ, വിനു വിജയൻ, ജിജി സുരേന്ദ്രൻ, നൈസി ഡാനിയൽ, ഹാജറ സെയ്ദ് മുഹമ്മദ്, പി.ടി. ഷിബു എന്നിവർ സംസാരിച്ചു. ഗോപിനാഥ് കാവിന്നിടത്തിൽ സ്വാഗതവും അജോ ജോളി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പന്നൂർ. ഐരാമ്പള്ളി ദേവി ആഞ്ജനേയ ക്ഷേത്രത്തിലും സമീപത്തെ വീട്ടിലും മോഷണം. ശ്രീകോവിലിന്റെയും ഓഫീസ് മുറികളുടെയും പൂട്ടുകൾ തകർത്തു. ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന പുതുശ്ശേരിയിൽ സന്ദീപിന്റെ പോർച്ചിലിരുന്ന ബൈക്കും മോഷ്ടാക്കൾ അപഹരിച്ചു. കളിയാർ പോലീസ് അന്വേഷണം ആരംഭിച്ചു.
വെസ്റ്റ് കോടിക്കുളം ഐരാമ്പള്ളി ദേവി ആഞ്ജനേയ ക്ഷേത്രത്തിൽ മോഷണം. ശ്രീകോവിലിന്റെയും ഓഫീസ് മുറികളുടെയും പൂട്ടുകൾ തകർത്ത് കാണിക്കവഞ്ചിയിലെ പണം അപഹരിച്ച ശേഷം ക്ഷേത്രക്കിണറ്റിൽ ഉപേക്ഷിച്ചു. ഞായറാഴ്ച ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷികമായിരുന്നതിനാൽ രാത്രി 9 മണിവരെ ക്ഷേത്രത്തിൽ ജീവനക്കാർ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് മോഷണം നടന്നതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ദീപാരാധന പൂജയും കഴിഞ്ഞിട്ടാണ് നടയടച്ചിട്ടാണ് ഞങ്ങളൊരു 8:45 വരെ ഇവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇവിടുന്ന് ഒരു മോഷണം നടക്കുന്നത്. 8:45 ശേഷം ഒരു 11:12 കൂടിയൊക്കെയാണ് എൻ്റെ ലൈറ്റ് ഇവിടെ പോയെന്ന് പറഞ്ഞു. വലിച്ചു പറിച്ചിട്ട് ശ്രീകോവിൽ പൊളിച്ചിട്ടുണ്ട്, ഓഫീസ് റൂം, തിടപ്പള്ളി, അതുപോലെ തന്നെ സ്റ്റോർ റൂം, ഇതെല്ലാം കൂടെ പൊളിക്കുക ചെയ്തേ. പൊളിച്ചിട്ട് അതിനകത്ത് കുറേ ചില്ലറ പൈസ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഭണ്ഡാരക്കുറ്റി എടുത്തുകൊണ്ട് പോയി. അതിനകത്ത് എത്ര ഉണ്ടെന്നറിയില്ല. ഇന്നലത്തെ ഉത്സവത്തിൻ്റെ എല്ലാ പൈസകളും കുറച്ച് ദിവസം മുമ്പുള്ള വരെയുണ്ട്. ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന പുതുശ്ശേരിൽ സന്ദീപിന്റെ കാർ പോർച്ചിൽ ഇരുന്ന KL07 BL 8445 പാഷൻ പ്രോ ബൈക്കും മോഷ്ടാക്കൾ അപഹരിച്ചുകൊണ്ടാണ് പോയത്. തുടർന്ന് സന്ദീപ് കാളിയാർ പോലീസിൽ പരാതി നൽകി. ഇന്നലെ രാത്രിയിലെ ഒരു 10-11:30 കൂടിയാണ് ബൈക്ക് ഇവിടുന്ന് മോഷണം പോണേന്നാണ് നമ്മുടെ വിശ്വാസം. അതായത് വൈകുന്നേരം ഞങ്ങൾ സാധാരണ ടൗണിൽ പോയിട്ട് വണ്ടി ഇവിടെ ബൈക്ക് ഇവിടെ വീട്ടിൽ കൊണ്ട് വെച്ചു. നമ്മൾ വീട്ടിലെ പോർച്ചിൽ വണ്ടി കിടക്കണോണ്ട് താക്കോലും അതേ തന്നെ വെച്ചു. രാവിലെ ഇവിടുന്ന് ആൾക്കാരെല്ലാവരും വന്നപ്പോൾ പറഞ്ഞ് അമ്പലത്തിൽ ഇങ്ങനെ മോഷണം നടന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും അമ്പലത്തിലേക്ക് ഇറങ്ങി ചെന്നു, നോക്കി, തിരിച്ചു വന്നപ്പം അമ്മ പറഞ്ഞു ചെരുപ്പ് വീടിൻ്റെ വീട്ടിൽ ചെരുപ്പ് കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചെരുപ്പ് നോക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് ബൈക്ക് കാർ പോർച്ചിലില്ലാന്ന് മനസ്സിലാകണേ. ബൈക്കിൽ നിന്ന് രാത്രിയിൽ മോഷണം കഴിഞ്ഞ് അവർ വീട്ടിൽ നിന്ന് വന്ന് നമ്മുടെ ഒരു 2 ചെരുപ്പ് എടുത്തു. ആ ചെരുപ്പ് ഇട്ടുകൊണ്ടാണ് ചെയ്തേക്കണത്. ആ ചെരുപ്പ് പുറത്ത് ഒരെണ്ണം ഉപേക്ഷിച്ചു, ഒരെണ്ണം അവർ തന്നെ തിരിച്ചു കൊണ്ടുപോയി. അപ്പം കാലൂർ പോലീസ് സ്റ്റേഷനിൽ രാവിലെ പോയി ബൈക്ക് കാണാനില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ടുണ്ട്. സമീപത്തെ CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, മണ്ണപ്പുറം. ചെട്ടിപ്പറമ്പിൽ സാനിറ്ററി ആൻഡ് പെയിന്റ്സ് തൊടുപുഴ മാതാ ഷോപ്പിംഗ് ആർക്കേഡിൽ പ്രവർത്തനം ആരംഭിച്ചു. തൊടുപുഴ ടൗൺ പള്ളി സഹവികാരി ഫാദർ ജോർജ് പീച്ചാനിക്കുന്നിൽ സ്ഥാപനത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. പി ജോസഫ് MLA അടക്കം നിരവധി പ്രമുഖ വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പാരിവേർ, വിയോറ, ബർജർ തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി പെയിന്റ് ഉൽപ്പന്നങ്ങൾ ഉയർന്ന ഗുണമേന്മയിൽ മികച്ച വിൽപ്പനാനന്തര സേവനങ്ങളോടെ സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാകും. ചെട്ടിപ്പറമ്പിൽ സാനിറ്ററി ആൻഡ് പെയിന്റ്സ് തൊടുപുഴ മാതാ ഷോപ്പിംഗ് ആർക്കേഡിൽ പ്രവർത്തനം ആരംഭിച്ചു. 4.5 പതിറ്റാണ്ടിലേറെയായി തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന മറീന എന്റർപ്രൈസസിന്റെ സഹോദര സ്ഥാപനമാണ് ചെട്ടിപ്പറമ്പിൽ സാനിറ്ററി ആൻഡ് പെയിന്റ്സ്. തൊടുപുഴ ടൗൺ പള്ളി സഹവികാരി ഫാദർ ജോർജ് പീച്ചാനിക്കുന്നിൽ സ്ഥാപനത്തിന് വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും നിലനിൽക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. പ്രാർത്ഥന സദയം കേൾക്കണമേ. PJ ജോസഫ് MLA ഉൾപ്പെടെ നിരവധി പ്രമുഖ വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പാരിവേർ, വിയോറ, ബർജൻ തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി ഉൽപ്പന്നങ്ങൾ, ആക്സറീസ്, പെയിന്റ് ഉൽപ്പന്നങ്ങൾ എന്നിവ ഉയർന്ന ഗുണമേന്മയിൽ മികച്ച വിൽപ്പനാനന്തര സേവനങ്ങളോടെ മിതമായ നിരക്കിൽ സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാക്കും.
നാളിതുവരെ മരീന എന്റർപ്രൈസസിന് നൽകിയ പിന്തുണ പുതിയ സ്ഥാപനത്തിനും നൽകണമെന്ന് മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു. തൊടുപുഴ ശ്രീകൃഷ്ണവിലാസം NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും അവാർഡ് ദാനവും നടത്തി. തൊടുപുഴ താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് JNR അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ ചടങ്ങിൽ സംസാരിച്ചു. ചടങ്ങിൽ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. തൊടുപുഴ ശ്രീകൃഷ്ണവിലാസം NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും അവാർഡ് ദാനവും നടത്തി. കരയോഗ മന്ദിരത്തിൽ നടന്ന യോഗം തൊടുപുഴ താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. ഒരു കാലഘട്ടത്തിൽ 2 പ്രസിഡന്റുമാരുടെ കൂടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ആ കാലഘട്ടത്തിലൊന്നും ഇങ്ങനെ എല്ലാ സമുദായാംഗങ്ങളും ഇവിടെയുള്ള കുടുംബാംഗങ്ങളും എല്ലാം ഒരുമിച്ച് ഇത്തരത്തിലുള്ള പരിപാടികളിൽ വന്നെത്തുക എന്ന് പറയുന്നത് വളരെ അപൂർവമായ കാര്യമാണ്. കാരണം നമ്മുടെ കരയോഗങ്ങളെല്ലാം വീടുകളിൽ വെച്ചാണ് നടത്തിയത്. അപ്പോൾ ആ വീടുകളിൽ നിന്ന് കരയോഗ മന്ദിരത്തിലേക്ക് ഇത് കൊണ്ടുവന്നപ്പോൾ ഒന്നാമത് ഇവിടെ അന്ന് സൗകര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഉണ്ടായിരുന്ന ഒരു ചെറിയ സൗകര്യത്തിലാണ് നമ്മൾ പൊതുയോഗവും കമ്മിറ്റിയും ഒക്കെ കൂടിയിരുന്നത്. റിക്കാർഡ്സുകൾ സൂക്ഷിച്ചിരുന്നത് സെക്രട്ടറിയുടെ കൈവശം തന്നെയാണ്. കാരണം അത് ഭദ്രമായിട്ട് സുരക്ഷിതമായിട്ട് വയ്ക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നു. ആ കരയോഗ മന്ദിരത്തിൻ്റെ സ്ഥാനത്ത് ഇന്ന് നമുക്ക് ഏറ്റവും മനോഹരമായ ഒരു കെട്ടിടം നമുക്കിവിടെ പടുത്തുയർത്താൻ കഴിയൂ എന്നുള്ളത് മാത്രമല്ല, അത് ഈ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഈ സമുദായാംഗങ്ങളുടെ ആത്മാഭിമാനത്തിൻ്റെ പ്രതീകമായിട്ട് ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്കിനിയും ഇതിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിയും. 90 വർഷം ഈ സംഘടന ഓരോ കാലത്തും അതിൻ്റെതായ പുരോഗതിയെ പ്രാപിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് JNR അധ്യക്ഷത വഹിച്ചു. കരയോഗത്തിന്റെയും കരയോഗത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മുല്ലയ്ക്കൽ ക്ഷേത്രത്തിന്റെയും വാർഷിക വരവ് ചെലവ് കണക്കുകളും 2025-26 വർഷത്തെ ബഡ്ജറ്റും കരയോഗം സെക്രട്ടറി TK സുധാകരൻ നായർ യോഗത്തിൽ അവതരിപ്പിച്ച് പാസാക്കി. SSLC+2 കോഴ്സുകളിൽ ഫുൾ A+ നേടിയവരെയും ഉന്നത വിജയം നേടിയവരെയും മറ്റ് പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉന്നത വിജയം നേടിയവരെയും മൊമന്റോയും കാഷ് അവാർഡ് നൽകി ആദരിച്ചു. പ്രളയ പ്രതിരോധ നഗരാസൂത്രണം എന്ന വിഷയത്തിൽ PhD കരസ്ഥമാക്കിയ അമ്പിളി PAയും കഴിഞ്ഞ 13 വർഷം തുടർച്ചയായി SSLCക്ക് 100% വിജയം കൈവരിച്ച മണക്കാട് NSS ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് ശ്രീജ BAയും മൊമന്റോ നൽകിയും പൊന്നാടയണിയിച്ചും യോഗത്തിൽ വെച്ച് ആദരിച്ചു. മുനിസിപ്പൽ കൗൺസിലർ ജയലക്ഷ്മി ഗോപൻ, കരയോഗം വനിതാ സമാജം സെക്രട്ടറി ജയശ്രീ രാജീവ്, കരയോഗം വൈസ് പ്രസിഡന്റ് VK കൃഷ്ണൻ നായർ, ട്രഷറർ ശിവരാമൻ നായർ, ജോയിന്റ് സെക്രട്ടറി സന്തോഷ് B എന്നിവർ യോഗത്തിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. 150ഓളം കരയോഗാംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. 8 പതിറ്റാണ്ടിലേറെയായി തൊടുപുഴയ്ക്ക് സ്വാദേകിയ മറ്റപ്പിള്ളിൽ ബേക്കറിയുടെ 2ാമത്തെ ശാഖ ന്യൂമാൻ കോളേജിന് എതിർവശം പ്രവർത്തനം ആരംഭിച്ചു. പ്രകൃതിദത്ത കളറുകൾ മാത്രം ഉപയോഗിക്കുകയും പ്രിസർവേറ്റീവുകൾ ചേർക്കാതെയും പാചകം ചെയ്യുന്ന ബേക്കറി ഉൽപ്പന്നങ്ങളാണ് മറ്റപ്പിള്ളിൽ ബേക്കറിയുടെ പ്രത്യേകത. സ്ഥാപന ഉടമയുടെ മാതാവ് പെണ്ണമ്മ ബേബി നാടമുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ AG ചർച്ച് പാസ്റ്റർ പ്രസാദ് കോശി ആശീർവാദം നിർവഹിച്ചു. രുചികരമായ ബേക്കറി ഉൽപ്പന്നങ്ങളും സ്നാക്സും ജ്യൂസുകളും കൂൾ ഡ്രിങ്ക്സും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. കർത്താവിന്റെ വിശ്വസ്തതയെ
കരുണയിൽ ശരണപ്പെട്ട് അവിടുത്തെ കരുണയിലും കരുതയിലും മനസ്സലിലും സൂക്ഷിപ്പിലും ശരണപ്പെട്ട് നിന്റെ അധ്വാന ഫലം നീ ഭാഗ്യവാൻ നിനക്ക് നന്മവിനും വചനം പോലെ ദൈവത്തിന്റെ കൃപയിലും കരുണയിലും ശരണപ്പെട്ട് ആരംഭിക്കുന്ന ഈ കർത്താവേ ഹാലേലൂയ സ്ഥാപനം പ്രിയ മക്കൾക്ക് ദാസയ്ക്ക് മക്കൾക്ക് തലമുറയായി ഒരു അനുഗ്രഹമായി തീരുവാൻ ഈ പട്ടണത്തിന് കർത്താവേ നാനാജാതി മതസ്ഥർക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവനാമം മഹത്വത്തിനും പ്രിയ മക്കളുടെ അനുഗ്രഹത്തിനും കാരണമായി തീരുവാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. പിറന്നാൾ ദിനത്തിൽ മൈലക്കൊമ്പ് ദിവ്യരക്ഷാലയത്തിലെ അന്തേവാസികൾക്ക് ഭക്ഷണം വിളമ്പി PJ ജോസഫ് MLA. യൂത്ത് ഫ്രണ്ട് ഇടുക്കി ജില്ലാ കമ്മിറ്റി ഒരുക്കിയ ജന്മദിനാഘോഷത്തിലാണ് അന്തേവാസികൾക്ക് ഭക്ഷണം വിളമ്പി നൽകിയത്. കേരള യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി തോമസ് അധ്യക്ഷത വഹിച്ചു. ജന്മദിനാഘോഷ ചടങ്ങിൽ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, അബു ജോൺ ജോസഫ്, വർഗീസ് വെട്ടിയങ്കൽ, ബ്ലൈസ് ജി വാഴയിൽ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ശതാഭിഷിക്തനായ PJ ജോസഫ് MLA അന്തേവാസികൾക്ക് ഭക്ഷണം വിളമ്പി നൽകി എളിമയുടെ മാതൃക പകർന്നു. തൊടുപുഴ മൈലക്കൊമ്പ് ദിവ്യരക്ഷാലയത്തിൽ യൂത്ത് ഫ്രണ്ട് ഇടുക്കി ജില്ലാ കമ്മിറ്റി ഒരുക്കിയ ജന്മദിനാഘോഷത്തിലാണ് അന്തേവാസികൾക്ക് ഭക്ഷണം വിളമ്പി നൽകിയത്. നിരവധിയായ വികസന പ്രവർത്തനങ്ങളിലും സേവന മനുഷ്യത്വ കർമ്മ പ്രവർത്തികളിലും സഹാനുകമ്പ പകർന്ന കരങ്ങൾക്കുടമയാണ് PJ ജോസഫ്. മുൻ യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റും നിരവധി വകുപ്പുകളുടെ മന്ത്രിയുമായിരുന്ന PJ ജോസഫ് വിനയത്തിന്റെയും എളിമയുടെയും മാതൃക പകർന്നു നൽകാൻ തന്റെ ശതാഭിഷിക്ത ജന്മദിനം ദിവ്യരക്ഷാലയത്തിലെ 300ഓളം അന്തേവാസികൾക്കൊപ്പം വിനിയോഗിക്കുകയായിരുന്നു. ദിവ്യരക്ഷാലയം എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനമാണ്. ദൈവത്തിൻ്റെ വീട്ടിലായി മക്കളെ നോക്കുവാൻ സ്നേഹപൂർവമായ ഈ പരിചരണം സമ്പൂർണ്ണമായിരിക്കാൻ അവസരമുണ്ടായിരുന്നു. കേരള യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി തോമസ് അധ്യക്ഷത വഹിച്ച ജന്മദിനാഘോഷ ചടങ്ങിൽ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ex-MLA, അബു ജോൺ ജോസഫ്, അഡ്വക്കേറ്റ് തോമസ് പെരുമന, M മോനിച്ചൻ, വർഗീസ് വെട്ടിയാങ്കൽ, ബ്ലെയ്സ് ജി വാഴയിൽ, ജോയി കൊച്ചുകരോട്ട്, MJ കുര്യൻ, ജെയ്സ് ജോൺ, ക്ലമൻ ഇമ്മാനുവൽ, ജോബി പൊന്നട്ട്, ബിനോയ് മുണ്ടയ്ക്കാമറ്റം, തോമസ് കടുത്താഴെ, ഷിബിൻ വർഗീസ്, അഡ്വക്കേറ്റ് ഷൈൻ വടക്കേക്കര, വർഗീസ് സക്രിയ, KV ജോസ്, സലിം പടിഞ്ഞാറേക്കര, MC ചാക്കോ, ജെയിംസ് ചാക്കോ, സജീവ് വെളുത്തേടത്ത് പറമ്പിൽ, ജോർജ് ജെയിംസ്, ഷാജി അറക്കൽ, ജോർജ് തെക്കുംതടം, സണ്ണി തെങ്ങുംപള്ളി, സജി കോര, ബോബു ആന്റണി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.
മേവള്ളിപ്പാടത്തിന്റെ വടക്കേത്തോട്ടിലെ മാലിന്യ നിക്ഷേപം നെൽകൃഷിക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നതിനാൽ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് കോടിക്കുളം പഞ്ചായത്തിലും കോടിക്കുളം കൃഷിഭവനിലും കർഷകർ നിവേദനം സമർപ്പിച്ചിരുന്നു. എന്നാൽ പഞ്ചായത്തിൽ നിന്നുള്ള നടപടിക്ക് കാത്തുനിൽക്കാതെ പാടശേഖര സമിതിയുടെ ആഭിമുഖ്യത്തിൽ കർഷകർ കൂട്ടായ പ്രവർത്തനത്തിലൂടെ തോട്ടിലെ മാലിന്യം നീക്കം ചെയ്തു. കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജേർലി റോബിയും കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡ് മെമ്പറും വികസനകാര്യ കമ്മിറ്റി ചെയർപേഴ്സണുമായ ഷേർലി ആന്റണിയും നേതൃത്വം നൽകി. കോടിക്കുളം പാടശേഖരത്തിൽപ്പെട്ട മേവള്ളി പാടത്തിന്റെ വടക്കേത്തോട്ടിലെ മാലിന്യ നിക്ഷേപം ഈ പാടത്തെ നെൽകൃഷിക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ച സാഹചര്യത്തിൽ കർഷകർ ഈ പ്രശ്നത്തിൽ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് കോടിക്കുളം പഞ്ചായത്തിലും കോടിക്കുളം കൃഷിഭവനിലും നിവേദനം സമർപ്പിച്ചിരുന്നു. ഈ തോട്ടിലൂടെ ഒഴുകിയെത്തുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ചപ്പുചവറുകളും തോട്ടിലെ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തി സംരക്ഷണ ഭിത്തി തകർന്ന് മഴവെള്ളം പാടത്തേക്ക് ഒഴുകി കൃഷി നശിക്കുന്നത് പതിവായിരിക്കുകയാണ്. അതുകൂടാതെ പാടത്തേക്ക് ഒഴുകിയിറങ്ങുന്ന മാലിന്യങ്ങളും ചില്ലുകുപ്പികളും പൊട്ടി കർഷകരുടെ മേത്ത് പരിക്കേൽക്കുന്നതും നിത്യസംഭവമായിരിക്കുകയാണ്. പ്രശ്നത്തിൽ അടിയന്തര നടപടി ഉണ്ടാവണമെന്നാണ് ആവശ്യം. എന്നാൽ പഞ്ചായത്തിൽ നിന്നുള്ള നടപടിക്ക് കാത്തു നിൽക്കാതെ കർഷകർ കൂട്ടായ പ്രവർത്തനത്തിലൂടെ തോട്ടിലെ മാലിന്യം നീക്കം ചെയ്യുന്നതിനുള്ള തീരുമാനമെടുത്തു. പാടശേഖര സമിതിയുടെ ആഭിമുഖ്യത്തിൽ മാലിന്യം നീക്കി തോട്ടിലെ നീരൊഴുക്കിന്റെ തടസ്സങ്ങൾ മാറ്റി തോട് തെളിച്ചു. കൃഷിക്കാരുടെ തോടെല്ലാം ഇങ്ങനെ ഈ ചപ്പയവർ വന്ന് അടഞ്ഞതിന്റെ പേരില് വേസ്റ്റ് വന്നും പിന്നെ ചപ്പയവറൊക്കെ വന്ന് അടഞ്ഞതിന്റെ പേരില് കൃഷിക്കാരുടെ കൂട്ടായ്മയായിട്ട് എല്ലാം തെളിച്ചു. അതിനുള്ള പണികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തോടിന്റെ ഉത്ഭവസ്ഥാനമായ നെയ്ശ്ശേരി മുതലുള്ള മാലിന്യമാണ് ഈ തോട്ടിലൂടെ ഒഴുകിയെത്തുന്നത്. ഈ തോടിന്റെയും കൈത്തോടുകളുടെയും സമീപത്ത് താമസിക്കുന്ന വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുമാണ് ഇപ്രകാരം മാലിന്യം തോട്ടിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ കരിമണ്ണൂർ പഞ്ചായത്തിൽ കൂടി ഇക്കാര്യത്തിൽ ആവശ്യമായ നടപടി ഉണ്ടാവണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണവും അറ്റകുറ്റപ്പണികളും ചെയ്തു കിട്ടുന്നതിനായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന് നിവേദനം സമർപ്പിച്ച് നിർദ്ദേശാനുസരണം മൈനർ ഇറിഗേഷൻ വകുപ്പ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുള്ളതാണ്. പാടശേഖര സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജേർലി റോബിയും കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡ് മെമ്പറും വികസനകാര്യ ചെയർമാനുമായ ഷേർലി ആന്റണി നേതൃത്വം നൽകി. കോടിക്കുളം പാടശേഖര സമിതി പ്രസിഡന്റ് കെ തോമസ്, സെക്രട്ടറി ടോമി ജേക്കബ് എന്നിവരോടൊപ്പം പാടശേഖര സമിതി പ്രവർത്തകരും കർഷകരും ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോടിക്കുളം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജിക്കെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. അവിശ്വാസം പിന്തുണയ്ക്കാത്ത ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിയോ കുന്നപ്പള്ളിൽ രാജിവെക്കണമെന്ന് UDF ആവശ്യപ്പെട്ടു. തൊടുപുഴ താലൂക്ക് സാമൂഹ്യക്ഷേമ സഹകരണ സംഘത്തിന്റെ പുതിയ ഓഫീസ് മന്ദിരം ഉദ്ഘാടനം ചെയ്തു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നെയ്യശ്ശേരിയിൽ മാലിന്യം നിക്ഷേപിച്ചതിനെ തുടർന്ന് പ്രതിഷേധിച്ച പ്രദേശവാസികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് പോലീസിന്റെ തിട്ടൂരമെന്ന് ആക്ഷേപം. ഐരാമ്പിള്ളി ദേവി ആഞ്ജനേയ ക്ഷേത്രത്തിലും സമീപത്തെ വീട്ടിലും മോഷണം. കാളിയാർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പിറന്നാൾ ദിനത്തിൽ മൈലക്കൊമ്പ് ദിവ്യരക്ഷാലയത്തിലെ അന്തേവാസികൾക്ക് ഭക്ഷണം വിളമ്പി PG ജോസഫ്. യൂത്ത് ഫ്രണ്ട് ഇടുക്കി ജില്ലാ കമ്മിറ്റി ഒരുക്കിയ ജന്മദിനാഘോഷത്തിലാണ് അന്തേവാസികൾക്ക് ഭക്ഷണം വിളമ്പി നൽകിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.